നമസ്കാരം. മൂന്നാഴ്ചയോളമായി ഇറാന്റെ തെരുവുകളെ പിടിച്ചുലച്ച ബഹുജന പ്രക്ഷോഭം തണുക്കുന്നുവെന്ന് സൂചന. ഇറാനിലെ തെരുവുകൾ പ്രതിഷേധത്തിന്റെ ചൂടിലാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി. ജനകീയ അസന്തോഷം ഭരണകൂടത്തിനെതിരെ ഉയരുമ്പോൾ ലോകത്തിന്റെ കണ്ണുകൾ വീണ്ടും മിഡിൽ ഈസ്റ്റിലേക്ക് തിരിയുകയായിരുന്നു. മൂന്നാഴ്ചയോളമായി ഭരണവിരുദ്ധ പ്രക്ഷോഭം നടക്കുന്ന ഇറാനിൽ യുഎസിന്റെ സൈനിക നടപടി ഉടൻ ഉണ്ടാകില്ല എന്ന സൂചനയുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ നേരിട്ട് രംഗത്ത് വന്നതാണ് പുതുക്കിയ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നത്. പ്രക്ഷോഭകരെ കൊന്നൊടുക്കുന്നത് ഇറാൻ ഭരണകൂടം നിർത്തിയെന്ന് തനിക്ക് വിവരം കിട്ടിയതായി അദ്ദേഹം പറഞ്ഞു. പ്രക്ഷോഭകരെ കൊല്ലുന്നത് തുടർന്നാൽ ഇറാനിൽ സൈനിക നടപടി ഉണ്ടാകുമെന്നായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ്. ഖത്തറിലെ യുഎസിന്റെ വ്യോമതാവളമായ അൽ ഉദൈദിന് നൽകിയ സുരക്ഷാ മുന്നറിയിപ്പ് ഇളവ് ചെയ്തു. ഇത്തവണ പതിവ് പോലെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന യുദ്ധ പ്രഖ്യാപനങ്ങളില്ലാതെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൽക്ഷണ സൈനിക നടപടി ഇല്ല എന്ന് പ്രഖ്യാപിക്കുന്നത് ലോകത്തിന് ആശ്വാസമാണ്. ഖത്തറിൽ സുരക്ഷാ മുന്നറിയിപ്പുകൾ ശമിക്കപ്പെടുന്നു. ഇന്ത്യ സ്വന്തം പൗരന്മാരെ സംരക്ഷിക്കാൻ അടിയന്തരമായി ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിക്കുന്നു. ഈ എല്ലാ നീക്കങ്ങളും ഒരേ സത്യം തുറന്നു കാണിക്കുന്നു: യുദ്ധം ഒരു പരിഹാരമല്ല, മറിച്ച് ഒരു മഹാവിപത്താണ്. വ്യാഴാഴ്ച സംഘർഷങ്ങളോ കാര്യമായ അക്രമ സംഭവങ്ങളോ ഉണ്ടായില്ല എന്നാണ് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. വെടിവയ്പ് ശബ്ദങ്ങൾ തീരെ കുറവായിരുന്നുവെന്ന് ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ AP വ്യാഴാഴ്ച 4 മണിക്കൂറോളം അടച്ചിട്ട ശേഷം ഇറാന്റെ വ്യോമപാത തുറന്നു എന്ന് റിപ്പോർട്ട് ചെയ്തു. സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ എന്നീ രാജ്യങ്ങൾ നടത്തിയ ചർച്ചയുടെ ഫലമാണ് ട്രംപ് അയയാൻ കാരണമെന്ന് സൗദി ഉന്നതോദ്യോഗസ്ഥർ പറയുന്നു. ഇറാനെ ആക്രമിച്ചാൽ അത് പശ്ചിമേഷ്യയിൽ ഗുരുതര ആഘാതം ഉണ്ടാക്കുമെന്ന ഭയം ട്രംപുമായി പങ്കുവച്ചെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡിസംബർ 28-ന് ആരംഭിച്ച പ്രക്ഷോഭത്തിൽ ഇതുവരെ മരിച്ചത് 2615 പേരാണ്. അതേസമയം പ്രക്ഷോഭകരെ ഭീകരരായി മുദ്രകുത്തിയുള്ള അറസ്റ്റ് തുടരുമെന്ന് ഇറാന്റെ ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. ഇന്റർനെറ്റ് സേവനം ലഭ്യമല്ലാത്തതിനാൽ സ്റ്റാർലിങ്ക് ഉപഗ്രഹ ഇന്റർനെറ്റിലൂടെ വീഡിയോകളും ചിത്രങ്ങളും പുറത്തെത്തിക്കുന്നവരെ ലക്ഷ്യമിടുമെന്നും അറിയിച്ചു. പ്രക്ഷോഭം അമർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായി ഒരാഴ്ചയായി രാജ്യത്ത് ഇന്റർനെറ്റ് സേവനം വിച്ഛേദിച്ചിരിക്കുകയാണ്. അതിനിടെ ജനങ്ങളെ തൂക്കിലേറ്റാൻ ഇറാന് പദ്ധതിയില്ല എന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും അറിയിച്ചു. പ്രക്ഷോഭം അടിച്ചമർത്താൻ കരുക്കൾ നീക്കിയവരെന്ന് പറഞ്ഞ് ഇറാനിലെ 12ഓളം വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും US സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി. മിഡിൽ ഈസ്റ്റ് എന്ന ഭൂമി വർഷങ്ങളായി ശക്തിരാഷ്ട്രങ്ങളുടെ ആയുധ പരീക്ഷണശാലയായി മാറിയിരിക്കുകയാണ്. ജനാധിപത്യം, മനുഷ്യാവകാശം, സുരക്ഷ ഇത്തരം വാക്കുകൾ ഉയർത്തിപ്പിടിച്ച് നടത്തുന്ന യുദ്ധ നടപടികൾ യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചത് ചാരവും ചോരയും അഭയാർത്ഥികളെയും മാത്രമാണ്. ഇറാനിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇറാനികൾക്കുള്ളതാണ്. അത് ബോംബുകളിലൂടെയോ ഡ്രോണുകളിലൂടെയോ പരിഹരിക്കപ്പെടേണ്ട കാര്യമല്ല. ഒരു രാജ്യത്തെ ജനകീയ പ്രതിഷേധം ആ രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെ ഭാഗമാണ്. അതിനെ അന്താരാഷ്ട്ര യുദ്ധമാക്കി മാറ്റുന്നത് മനുഷ്യരാശിയോടുള്ള ക്രൂരതയാണ്. യുദ്ധത്തിന്റെ ആദ്യ ഇരകൾ ഒരിക്കലും ഭരണാധികാരികളല്ല, സാധാരണ ജനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ട്രംപ് സൈനിക ഇടപെടലിൽ നിന്ന് പിന്മാറുന്നുവെന്ന സൂചന നൽകുന്നത് ലോകം സ്വാഗതം ചെയ്യേണ്ട ഒരു തീരുമാനമാണ്. യുദ്ധവിമുഖത ദൗർബല്യമല്ല, അത് ഉത്തരവാദിത്വമാണ്. ഇന്നത്തെ ലോകം മറ്റൊരു യുദ്ധം സഹിക്കാൻ ശേഷിയുള്ളതല്ല. ഉക്രൈൻ, ഗാസ, സിറിയ ഈ പട്ടികയിൽ ഇറാൻ കൂടി ചേർക്കപ്പെടരുത്. ഓരോ പുതിയ യുദ്ധവും ആഗോള സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്നു. എണ്ണവില കുതിച്ചുയരുന്നു. ഭക്ഷ്യസുരക്ഷ തകർന്നടിയുന്നു. ഒടുവിൽ ലോകം മുഴുവൻ അതിന്റെ വില കൊടുക്കേണ്ടി വരുന്നു. യുദ്ധം ഒരിക്കലും ഒരു പ്രദേശത്ത് ഒതുങ്ങുന്നില്ല. അത് ലോകത്തിന്റെ ഓരോ കോണിലും പ്രതിഫലിക്കുന്നു എന്നതാണ് വാസ്തവം. ഇന്ത്യയുടെ നിലപാട് ഇവിടെ ശ്രദ്ധേയമാണ്. യുദ്ധത്തിലേക്ക് എടുത്തു ചാടുന്നതിന് പകരം സ്വന്തം പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിലാണ് ഇന്ത്യ എല്ലായ്പ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇത് യഥാർത്ഥ ഉത്തരവാദിത്വമുള്ള വിദേശ നയത്തിന്റെ ഉദാഹരണമാണ്. ശക്തി പ്രകടിപ്പിക്കുന്നത് ആയുധങ്ങളിലൂടെ മാത്രമല്ല, സമാധാനത്തിനായി നിലകൊള്ളുന്നതിലൂടെയും കൂടിയാണ്. ഇറാനിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ബോംബുകളല്ല, സംഭാഷണങ്ങളാണ്. ഉപരോധങ്ങളല്ല, നയതന്ത്ര ഇടപെടലുകളാണ്. ഭീഷണികളല്ല, മനുഷ്യ സൗഹൃദ സമീപനങ്ങളാണ്. ലോക നേതാക്കൾ ഈ നിമിഷം ഓർക്കണം: യുദ്ധം തുടങ്ങാൻ ഒരു ഉത്തരവ് മതി, പക്ഷെ അത് അവസാനിപ്പിക്കാൻ തലമുറകളുടെ ഉൾപ്പെടെ ജീവൻ ബലി കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇറാനിലായാലും മറ്റെവിടെയായാലും യുദ്ധവിരുദ്ധ ശബ്ദങ്ങൾ ശക്തമാകണം. സമാധാനമാണ് യഥാർത്ഥ ശക്തി.